തലസ്ഥാനത്തെ GPM ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനികളുടെ മിസ്സിംഗ് പരമ്പര തുടരുന്നു. അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി സനയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായത്. ഇതേ കോളേജിൽ പഠിക്കുന്ന സോന സെബാസ്റ്റ്യൻ, ജനനി അയ്യർ എന്നിവരെയാണ് ഇതിനു മുൻപ് കാണാതായിട്ടുള്ളത്. പെൺകുട്ടികളുടെ ഈ തിരോധാനത്തിന് പിന്നിൽ വൻ പെൺവാണിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നതായി കോളേജ് അധികൃതർ വെളിപ്പെടുത്തി. കേരള പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ഇതൊക്കെയും നടക്കുന്നതെന്ന് വിദ്യാർത്ഥികളുടെ വാദം. നിലവിൽ കേസന്വേഷണത്തിൽ ഒരു പുരോഗതിയില്ലാത്തതിനാൽ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ലോ കോളേജ് വിദ്യാർത്ഥികൾ നാളെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതാണ് DCP അഗസ്ത്യ. യൂണിഫോം മാറി കുളിയൊക്കെ കഴിഞ്ഞ് കോഫി ഉണ്ടാക്കി TVക്ക് മുൻപിൽ ഇരുന്നപ്പോഴാണ് ലോ കോളേജിലെ മിസ്സിംഗ് കേസിനെ പറ്റിയുള്ള ന്യൂസ് ശ്രദ്ധിക്കുന്നത്. അവൻ കോഫി സിപ്പ് ചെയ്ത് TVയിൽ ശ്രദ്ധ ചെലുത്തി. അതേ സമയത്താണ് അവൻ്റെ ഫോൺ ശബ്ദിക്കുന്നത്. കോഫി കപ്പ് മുന്നിലെ ടീപ്പോയിൽ വെച്ച് ഫോൺ എടുത്തു. ഡിസ്പ്ലേയിൽ IG-യുടെ നമ്പർ തെളിഞ്ഞതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സാർ. ഹലോ അഗസ്ത്യ, താൻ നമ്മുടെ ലോ കോളേജിലെ ഇഷ്യൂവിനെ പറ്റി അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു സാർ, ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. അതിൽ മുന്നിൽ നിൽക്കുന്ന പേര് നിൻ്റേതാണ്. നിന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ട ഓഫീസേഴ്സിനെ നിനക്ക് തിരഞ്ഞെടുക്കാം. സർ, നിലവിൽ ഞാൻ മറ്റൊരു കേസിൻ്റെ പിന്നാലാണെന്ന് അറിയാമല്ലോ. അതിൻ്റെ കൂടെ ഇതും എങ്ങനെയാ? അതുമല്ല, ഒരു ക്ലൂ പോലും ഇല്ലാതെയാ കിഡ്നാപ്പിംഗ് നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിൽ പെട്ടെന്ന് പുരോഗതി ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ ഇമേജിനെ ബാധിക്കും. മിക്കവാറും എനിക്കിതൊരു പണിയാവുമല്ലോ സർ. ഹേയ്, നെവർ ടേക്ക് ഇറ്റ് ഈസി മാൻ. നിന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അന്വേഷണം ക്രൈം ബ്രാഞ്ചിന് കൈമാറുന്നതിന് മുൻപ് നമുക്ക് കുറ്റവാളികളെ പിടികൂടണം. സർ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഗുഡ്. എടോ, നാളെ നമ്മുടെ പിള്ളേരെ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തുന്നുണ്ട്. ലോ കോളേജ് പിള്ളേരാണ്. പിടിച്ചാൽ കിട്ടില്ല. താൻ നാളെ അവിടെ ഉണ്ടാവണം. ഷുവർ സർ. ഓക്കെ അഗസ്ത്യ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. കോൾ അവസാനിപ്പിച്ച അഗസ്ത്യ ഫോൺ അവിടെ വെച്ച് ന്യൂസിലേക്ക് ശ്രദ്ധ കൊടുത്തു. ഇതേ സമയം മറ്റൊരിടത്ത്, ഈ ഗുലാബ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, സർക്കാർ നീതി പാലിക്കുക, പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിക്കുക. തൻ്റെ അനിയത്തി ദിശയുടെ മുറിയിൽ നിന്നും ഉച്ചത്തിൽ മുദ്രാവാക്യം ഉയരുന്നത് കേട്ടിട്ടാണ് ചേച്ചി ദിയ അങ്ങോട്ട് വരുന്നത്. എൻ്റെ ദച്ചൊന്ന് പതുക്കെ ഇതേ റോഡിലൂടെ പോണോരും വരുന്നോരും ഇതെന്താ സമരപ്പന്തലാണോ എന്ന പോലെ ഇങ്ങോട്ട് നോക്കുക. നോക്കട്ടെ, അതിനെന്താ. ചേച്ചി, അവർക്കറിയില്ലല്ലോ ഇത് ഭാവി IASകാരുടെ വീടാണെന്ന്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കേട്ടെന്നൊക്കെ വരും. ദിശ കൂസലില്ലാതെ പറഞ്ഞു. ഓഹ്, ഒരു IASകാരി വന്നിരിക്കുന്നു. ഡി, മര്യാദക്ക് പഠിച്ച് LLB പാസ്സാവാൻ നോക്ക്. എപ്പോൾ നോക്കിയാലും അവളുടെ ഒരു രാഷ്ട്രീയവും മുദ്രാവാക്യവും പ്രതിഷേധവും. ഇതിനിടയിൽ നീ എപ്പോഴാടി പഠിക്കുന്നേ? ദിയ കൃത്രിമ ദേഷ്യം കാട്ടി. ചേച്ചി, തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ തളരാൻ ഈ ദിശ പ്രഭാകർ ഒരുക്കല്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ചേച്ചിക്ക് എന്നെ പറ്റി എന്തറിയാം? ഞാനേ ഒരു പ്രസ്ഥാനമാണ്, പ്രസ്ഥാനം. നാളത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചൊന്ന് കഴിഞ്ഞോട്ടെ. നോക്കിക്കോ, വാർത്തകളിൽ ഇടം നേടുന്നത് ഈ ദിശ പ്രഭാകർ ആയിരിക്കും. മാധ്യമപ്രവർത്തകർ എൻ്റെ അരികിലേക്ക് ക്യാമറയും മൈക്കും പിടിച്ചു വരുമ്പോൾ ഞാൻ ചില തുറന്നു പറച്ചിൽ നടത്തുന്നുണ്ട്. ദിശ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണത് പറഞ്ഞത്. എൻ്റെ ദൈവമേ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ എൻ്റെ തെച്ചു? ദേ, പാവം നമ്മുടെ അച്ഛൻ ലോണും എടുത്തും മറ്റുമാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ ഓർമ്മ നിനക്ക് വേണം. പലചരക്ക് കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അച്ഛൻ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് നിനക്കും അറിയാവുന്നതല്ലേ. ബാങ്കിലെ ജോലി കിട്ടിയപ്പോൾ കരുതിയതാ അച്ഛൻ ഇനി ജോലിക്കൊന്നും വിടേണ്ടെന്ന്. അപ്പോഴേക്കും അച്ഛൻ എന്നെ കെട്ടിച്ചു വിടാൻ ധൃതിയായി. ദിയ പരിഭവത്തോടെ പറഞ്ഞു. പിന്നല്ലാതെ ചേച്ചി ഇങ്ങനെ പുറനിറഞ്ഞു നിന്നാൽ ഞാൻ എങ്ങനെ കെട്ടിപ്പോവും? എന്തായാലും നാളെ കാണാൻ വരുന്ന പയ്യന് പൊന്നും പണവും ഒന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. അത് തന്നെ വലിയ ആശ്വാസം. അല്ല ചേച്ചി, ഈ പറഞ്ഞ ആളെ ചേച്ചി കണ്ടിട്ടുണ്ടോ? ഞാനെങ്ങും കണ്ടിട്ടില്ല. ദിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നാളെ കാണാലോ. എന്തായാലും ഞാൻ നാളെ ഉണ്ടാവില്ല. എൻ്റെ അളിയനെ ഞാൻ പിന്നീട് ഒരിക്കൽ കണ്ടോളാം. പറയണം കേട്ടോ ഇതുപോലൊരു അനിയത്തിയുള്ള കാര്യം. ദിശ വല്ല സംഭവം പോലെ പറഞ്ഞു. എടി, നീ നാളെ സമരത്തിന് പോയാ ഞാൻ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? കാണാൻ വന്ന ചെക്കനും വീട്ടുകാർക്കും ചായയും പലഹാരമൊക്കെ കൊടുത്ത് ഇല്ലാത്ത നാണമൊക്കെ വാരി വിതറി നിന്നോണം. എടി, എന്നാലും നീയും കൂടെ ഉണ്ടായിരുന്നേ. എന്തിന്? ദിശ പ്രത്യേക ഇഴത്തി ചോദിച്ചു. അല്ല, ഒരു ധൈര്യത്തിന്.
ചേച്ചിക്ക് ഇവിടെ ധൈര്യം തരാൻ നിന്നാ അവിടെ പിള്ളേർക്ക് ആര് ധൈര്യം കൊടുക്കും? ഞാൻ പറഞ്ഞ പോലെ അങ്ങ് നിന്നാൽ മതി. പിന്നെ ചാടിക്കയറി എസ് പറയാൻ നിൽക്കണ്ട. ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കണം. തിരിക്കാനും മറിക്കാനും വരുന്നവനെന്താ ദോഷയാ? ഓ, ചേച്ചിയുടെ ഒരു കോമഡി. കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചോട്ടാ. നാളെ കാണാൻ വരുന്നവനെ ചായയുടെ കൂടെ ചൂടാക്കി കൊടുക്കാമല്ലോ, ദിശ ചിരിയോടെ പറഞ്ഞു. ദച്ചു, ദിയ ചുണ്ടു കൂർപ്പിച്ചു. അപ്പോഴേക്കും കോളിംബല്ലിൻ്റെ ശബ്ദം കേട്ടു. ദേ അച്ഛൻ വന്നു, കഴിക്കാൻ വല്ലതും കൊണ്ടുവന്ന് കാണുമാവോ എന്നും പറഞ്ഞ് ദിശ എഴുന്നേറ്റ് ഓടി. അത് കണ്ട് പിന്നാലെ ദിയ ഓടി. പലചരക്ക് കടക്കാരൻ പ്രഭാകരൻ്റെയും ബീനയുടെയും മക്കളാണ് ദിയയും ദിശയും. ദിയ പഠിത്തം കഴിഞ്ഞ് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ദിശ GPM ഗവൺമെൻറ് ലോ കോളേജിലെ അവസാന വർഷ LLB വിദ്യാർത്ഥിനിയാണ്. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ജോഗിങ്ങിന് ഇറങ്ങിയതാണ് ദിശ. 6 മണിയായിട്ട് നല്ല ഇരുട്ട് തന്നെ. മിസ്സിംഗ് കേസ് നടക്കുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് പോവണ്ടല്ലോ എന്ന് കരുതി ചേച്ചിയെ കൂട്ടിന് വിളിച്ചതാ. പേടിയൊന്നും ഉണ്ടായിട്ടല്ല, ചെറിയൊരു ഭയം അത്രയേ ഉള്ളൂ. പെണ്ണ് കാണാൻ വരുന്നവർക്ക് മുൻപിൽ നിൽക്കേണ്ട പെണ്ണിനെ ഓടാനും ചാടാനും കൊണ്ടുപോവേണ്ട എന്നും പറഞ്ഞു പോരാളി രാവിലെ തന്നെ സീനാക്കി. അല്ലെങ്കിലും ഭാവി IAS ഓഫീസർക്ക് എന്തിനാ കൂട്ടിന് ഒരാൾ എന്നും പറഞ്ഞില്ലാത്ത ആറ്റിറ്റ്യൂഡ് വാരി വിതറി അവൾ ഒറ്റയ്ക്ക് ഓട്ടം തുടങ്ങി. 1 മണിക്കൂറോളം മുന്നോട്ട് ഓടി. അതിനിടയിലാണ് ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന 2 പേരെ വഴിയിൽ വെച്ച് കാണുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഇര താനായിരിക്കുമോ എന്ന് ഭയന്നവൾ തിരിഞ്ഞു ഒരൊറ്റ ഓട്ടമായിരുന്നു. ഇതേ സമയം റോഡരികിൽ ബുള്ളറ്റ് നിർത്തി അഗസ്ത്യ ആരുമായോ സംസാരിക്കുകയാണ്. ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ആയിരുന്നു അവൻ്റെ വേഷം. ദിശ പേടിച്ച് ഓടുന്നതിനിടയിൽ ചുറ്റുള്ളതൊന്നും ശ്രദ്ധിച്ചില്ല. അതിനാൽ റോഡരികിൽ നിന്നുകൊണ്ട് കോൾ ചെയ്യുമായിരുന്ന ആളെയും അവൾ ശ്രദ്ധിച്ചില്ല. ഓട്ടത്തിനിടയിൽ അവനെയും തള്ളിയിട്ടു. ഒപ്പം അവൻ്റെ ബുള്ളറ്റും കൂടി വീണു. എന്തോ വലിയൊരു ശബ്ദം കേട്ടതും ആരാ ഇപ്പോൾ പടക്കം പൊട്ടിച്ചേ എന്നും മനസ്സിൽ പറഞ്ഞ് അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഒരുത്തൻ വീണ് കിടക്കുന്നത് കണ്ടതും കാര്യം മനസ്സിലായ ദിശ കാണാത്തതുപോലെ നടിച്ചു മുന്നോട്ട് ഓടി. നെറ്റിയിൽ പൊടിഞ്ഞ ചോര ഒപ്പി അണപ്പല്ല് ഞെരിച്ചുകൊണ്ട് അഗസ്ത്യ പറഞ്ഞു. അഗസ്ത്യ വീണതിലും വേഗത്തിൽ എഴുന്നേറ്റ് ബുള്ളറ്റും എടുത്തു പൊക്കി അവൾക്ക് പിന്നാലെ വെച്ച് പിടിച്ചു. അവളുടെ മുന്നിൽ റോഡിന് കുറുകെയായി ബുള്ളറ്റ് നിർത്തി. തൻ്റെ മുന്നിലായി ബുള്ളറ്റ് നിർത്തി മീശ പിരിക്കുന്നവനെ കണ്ടതും ഇതേതാ ഈ അവതാരം എന്ന പോലെ അവളൊന്ന് നോക്കി. ആ വീണവനല്ലേ ഇത്? ചിലപ്പോൾ ഇവനും ആ ഗുണ്ടകളുടെ ടീമിലുള്ളത് തന്നെയാവും. എന്നാലും ഇത്രയും ഗ്ലാമറുള്ള ഗുണ്ടയോ? ക്രഷ് അടിച്ചു പോയല്ലോ പിള്ളേച്ച എന്നും മനസ്സിൽ പറഞ്ഞു. വായി നോക്കി ഇരിക്കാൻ നേരം അവൻ തൊട്ടരികിലെത്തിയിരുന്നു. അവൻ്റെ തീക്ഷ്ണമായ നോട്ടവും ആ മസിലൊക്കെയും കണ്ടതും അവൾ ഉമിനീരിറക്കി. എങ്കിലും അവൾ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചു നിന്നു. നിനക്ക് കണ്ണ് കണ്ടൂടെ? വഴിയിൽ പോണവരെ ഇടിച്ചു വീഴ്ത്തിയിട്ടാണോ നീ ജോഗിങ് എന്നും പറഞ്ഞിറങ്ങിയത്? അഗസ്ത്യ കലിപ്പോടെ ചോദിച്ചു. അയ്യോ, ഞാൻ ആരെയും വീഴ്ത്തിയില്ലല്ലോ. നിങ്ങൾക്ക് ആള് മാറിയതാവും മിസ്റ്റർ എന്നും പറഞ്ഞ് അവനെ മറികടന്നു പോവാൻ നേരാണ് അവൻ അവളുടെ കൈത്തുടയിൽ പിടുത്തമിടുന്നത്. അതോടെ അവളുടെ വിധം മാറി. ഡോ, കയ്യിന്ന് വിടടോ. എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ താൻ വിവരം അറിയും. ദിശ അവൻ്റെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്ത് ചെയ്യും? അവൻ തിരിച്ചു ചോദിച്ചു. അത് പിന്നെ ഞാൻ അവൻ്റെ മസിൽ കണ്ടപ്പോൾ കരണത്തടി ചിലവാകില്ലെന്ന് തോന്നിയ ദിശ താൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നാ വിളിക്ക്. അവളുടെ കയ്യിൽ നിന്നുള്ള പിടി വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. എന്താ? അല്ല, പോലീസിനെ വിളിക്കും എന്നല്ല പറഞ്ഞേ, വിളിക്കാൻ പറഞ്ഞതാ. അതിന് ഞാൻ ഫോൺ എടുത്തിട്ടില്ല. തൻ്റേതാണ് തെറ്റെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. അന്നേരം അവൻ അവൻ്റെ ഫോൺ നീട്ടി. ദാ ഫോൺ, വിളിക്ക് പോലീസിനെ, അവൻ പറഞ്ഞു. ഷെടാ, ഇത് വല്ല പുലിവാലായല്ലോ. എന്നാ കേട്ടോ, എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല, താൻ പോയിക്കോ. ദിശ പറഞ്ഞത് കേട്ടതും അവൻ പുരികം ചുളിച്ച് അവളെ നോക്കി. എന്നെ വീഴ്ത്തി എൻ്റെ നെറ്റി പൊട്ടിച്ചിട്ട് നിനക്ക് പരാതിയോ? അതെവിടത്തെ ന്യായം? നെറ്റി വേണമെങ്കിൽ ഞാൻ ഡ്രസ്സ് ചെയ്തുതരാം. വണ്ടി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ? ദിശ പറഞ്ഞൊപ്പിച്ചു. നിന്റെ മറ്റവനോട് ചോദിച്ചു നോക്ക്. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എൻ്റെ കൈ കയറി പിടിച്ചതോ? അപ്പോൾ അത് ന്യായാണോ? അതിനെന്താ തെളിവ്? അവൻ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാ ഞാൻ തന്നെ വീഴ്ത്തിയതിനും തെളിവില്ലല്ലോ, ഉണ്ടോ? ഉണ്ടല്ലോ. ദോ, അവിടെ ഞാൻ നിന്നതിൻ്റെ നേരെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു. അഗസ്ത്യ വിജയീ ഭാവത്തിൽ പറഞ്ഞു. ജാങ്കോ, നീ അറിഞ്ഞാ ഞാൻ പെട്ട്, ദിശ മനസ്സിൽ പറഞ്ഞു. അന്നേരാണ് സൈറൺ മുഴക്കി ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നത്. ദേ, പോലീസ് എത്തി, ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ദിശ വിജയീ ഭാവത്തിൽ അവനെ നോക്കി. ശേഷം പോലീസ് ജീപ്പിൽ നിന്നിറങ്ങി വരുന്ന CA നോക്കിയതും അയാൾ ദിശയെ ശ്രദ്ധിക്കാതെ അഗസ്ത്യക്ക് സല്യൂട്ട് ചെയ്തു. ഇത് കണ്ടതും ദിശ വായും പൊളിച്ച് നോക്കി നിന്നു. ദൈവമേ, ഇയാൾ പോലീസായിരുന്നോ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെയും പെട്ടു. ഇനി എവിടെ നിന്ന് തടിക്കേടാക്കണ്ട എന്ന് കരുതി ദിശ ഒന്നും അറിയാത്ത പോലെ മെല്ലെ മുങ്ങി.
ആര്യൻ എന്തായടോ? അഗസ്ത്യ ആര്യന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. സർ, അവൻ രക്ഷപ്പെട്ടു. നമ്മുടെ കൺമുന്നിൽ പെട്ടിട്ടും അവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആര്യൻ വല്ലായ്മയോടെ പറഞ്ഞു. പോട്ടടോ, അവൻ എത്ര നാൾ നമ്മളെ കബളിപ്പിക്കുമെന്ന് നോക്കാലോ. അഗസ്ത്യ ആര്യൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. സാർ, സാറിൻ്റെ നെറ്റി എന്ത് പറ്റിയതാ? ആര്യൻ്റെ ചോദ്യം കേട്ടത് അഗസ്ത്യ തിരിഞ്ഞു നോക്കി. അന്നേരം ദിശയുടെ പൊടി പോലും ഇല്ലായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ലോ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അതിര് കടന്നതും പോലീസ് ഇടപെട്ടു. സെക്രട്ടേറിയറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി ചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു വിദ്യാർത്ഥികളെ തടഞ്ഞു. പോലീസിന്റെ അതിര് കടന്ന ഇടപെടൽ കണ്ടതും മറ്റൊരു ഭാഗത്ത് നിന്നിരുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നു. കൂട്ടത്തിലെ ഏക പെൺകുട്ടിയായി ദിശയുണ്ടായിരുന്നു. ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടം പോലീസിന് മുന്നിലേക്ക് നീങ്ങി നിന്ന് അവൾ ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ മുദ്രാവാക്യം വിളിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക, പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പോലീസിന്റെ തെമ്മാടിത്തരം അവസാനിപ്പിച്ചു സത്യം പുറത്തു കൊണ്ടുവരിക, വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പാക്കുക. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന പെൺസ്വരം കേട്ടിട്ടാണ് അഗസ്ത്യ സെക്രട്ടേറിയറ്റിനകത്ത് നിന്നും ഇറങ്ങി വരുന്നത്. ഗേറ്റിന് മുന്നിലെത്തിയതും തെല്ലും ഭയമില്ലാതെ വീരോടെ മുദ്രാവാക്യം വിളിക്കുന്ന പെണ്ണിന്റെ മുഖം കണ്ടതും ഒരു നിമിഷം അവന്റെ കൈ ബാൻഡേജ് ഒട്ടിച്ച തന്റെ നെറ്റിയിൽ അമർന്നു. അഗസ്ത്യയെ മുന്നിൽ കണ്ടതും ദിശ ഒരു നിമിഷം പതറിയെങ്കിലും അടുത്ത നിമിഷം പതർച്ച മറച്ചു പിടിച്ച് അവൾ തന്റെ പ്രവൃത്തി തുടർന്നു. ഇതേ സമയത്താണ് വിദ്യാർത്ഥികളിൽ ആരോ ഒരാൾ പോലീസിന് നേരെ കല്ലെറിയുന്നത്. അതോടെ പോലീസ് പെണ്ണാണെന്ന് പോലും നോക്കാതെ ദിശയ്ക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അഗസ്ത്യ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ എല്ലാം നടന്നിരുന്നു. ജലപീരങ്കിയേറ്റ് ദിശ നിലം പതിച്ചു. അതോടെ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ കയ്യേറ്റ് നടന്നു. ഇതിനിടയിൽപ്പെട്ട ദിശയെ ആരും ശ്രദ്ധിച്ചില്ല. അന്നേരം മറുത്തൊന്നും ചിന്തിക്കാതെ അഗസ്ത്യ ദിശയും കോരിയെടുത്ത് അവിടെ നിന്ന് ഓടുകയായിരുന്നു. തിരക്കിനിടയിൽ ആരും അത് ശ്രദ്ധിച്ചില്ല. അഗസ്ത്യ നേരെ ചെന്നത് തന്റെ കാറിനരികിലേക്കാണ്. ഈ കാഴ്ച ആരെങ്കിലും കണ്ടാലെന്ന് കരുതി അവൻ അവളെ തന്റെ കാറിനുള്ളിൽ ഇരുത്തി. ചുരിദാറായിരുന്നു അവളുടെ വേഷം. അവൾ ആകെ നനഞ്ഞിരുന്നു. ചുണ്ടുപൊട്ടി രക്തം ഒഴുകുന്നുണ്ട്. നേരിയ അവശതയോടെ അവൾ അവനെ നോക്കി. ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട. അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. സാറെന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത്? കുറച്ച് ചവിട്ടൊക്കെ കിട്ടിയിരുന്നേ ഞാൻ വാർത്തകളിൽ ഇടം നേടിയാനല്ലോ. ചില ഏമാമാരുടെ തൊപ്പി ഞാൻ തെറിപ്പിച്ചേനെയല്ലോ. ദിശയുടെ സംസാരം കേട്ട് അഗസ്ത്യയിൽ പുച്ഛം നിറഞ്ഞു. പറ്റുന്ന പണിക്ക് ഇറങ്ങിയാൽ പോരെ? അവൻ ചോദിച്ചു. സാറിന് എന്നെക്കുറിച്ച് എന്തറിയാം? ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. ആവേശം നല്ലതാ, പക്ഷേ അമിത ആവേശം അത്ര നന്നല്ല. വീടെവിടെയാണെന്ന് പറഞ്ഞാൽ വീട്ടിലാക്കി തരാം. ഈ കോലത്തിൽ പുറത്തിറങ്ങാത്തതാണ് നല്ലത്. സാറേ, എന്നെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സാറടക്കമുള്ള പോലീസുകാരുടെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ദിശ പറഞ്ഞത് കേട്ടത് അവൻ കലിപ്പിട്ട് അവളെ നോക്കി. ആ നേരത്താണ് അഗസ്ത്യയുടെ ഫോണിലേക്ക് അവൻ്റെ വീട്ടിൽ നിന്നും കോൾ വരുന്നത്. ഫോണും കയ്യിൽ പിടിച്ചു അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി നടന്നു. ഹലോ അമ്മേ. സച്ചു, നീ എവിടെയാ? ഞാനിവിടെ ഡ്യൂട്ടിയില്ല. എന്താ അമ്മേ? എന്താന്നോ, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ ഇന്ന് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം. നീ പെട്ടെന്ന് ഇങ്ങ് വന്നേ. അത് ഞാൻ എന്തിനാ? നിങ്ങളൊക്കെ കണ്ടാൽ മതി. ഞാൻ എങ്ങോട്ടുമില്ല അമ്മ, ഞാൻ തിരക്കില്ല, എനിക്ക് വരാൻ പറ്റില്ല. സച്ചു, ഒന്നും പറയണ്ട, നീ വന്നേ പറ്റൂ. ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം, പെട്ടെന്ന് വരാൻ നോക്ക്. അത്രയും പറഞ്ഞ അമ്മ കോൾ അവസാനിപ്പിച്ചു. വേറെ വഴിയില്ലാതെ അവൻ ആര്യനോട് കാര്യങ്ങൾ പറഞ്ഞ് വണ്ടിയിൽ കയറി. മാഡത്തിന്റെ പേരെന്താണ്? അഗസ്ത്യയുടെ ചോദ്യം കേട്ട് സീറ്റിൽ കണ്ണടച്ച് കിടക്കുമായിരുന്ന ദിശ കണ്ണു തുറന്ന് അവനെ നോക്കി. ദിശ, അവൾ പറഞ്ഞു. ഓ, ദിശയ്ക്ക് പോവേണ്ട ദിശ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. അന്നേരം ദിശ തന്റെ സ്ഥലം പറഞ്ഞു കൊടുത്തു. തനിക്ക് പോവാനുള്ള സ്ഥലവും ഏതാണ്ട് ആ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യ അവളോട് താൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ദിശ എതിരൊന്നും പറഞ്ഞില്ല. അവളുടെ ഡ്രസ്സൊക്കെ നല്ലോണം നനഞ്ഞിരുന്നു. അതിനാൽ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അഗസ്ത്യ ദിശയൊന്ന് നോക്കി. അവളുടെ ചുണ്ട് പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. ഈ ചുണ്ടും പൊട്ടിച്ച് തൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്താൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചാലോ എന്ന് ഭയന്നവൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവളുടെ അരികിലേക്ക് അല്പം നീങ്ങിയിരുന്നു. അവൻ്റെ വരവ് കണ്ടതും അവൾ ഒരു നിമിഷം പതറി. കണ്ണുമിഴിച്ച് തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ കയ്യിലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണിച്ചു. അത്രയും തൊട്ടരികിൽ അവനെ കണ്ടപ്പോൾ അവളിൽ പരിഭ്രമം നിറഞ്ഞു. കോട്ടൺ കൊണ്ട് തൻ്റെ ചുണ്ടിലെ രക്തം ഒപ്പിയെടുക്കുന്ന അവൻ്റെ മുഖത്തുകൂടെ അവളുടെ കണ്ണുകൾ അലഞ്ഞു നടന്നു. നല്ല ചുള്ളൻ പോലീസ്. രാവിലെ കണ്ടതിനേക്കാളും ഭംഗിയാണ് യൂണിഫോമിൽ കാണാൻ. വെളുത്തു സുന്ദരമായ മുഖം. ആ കട്ടിയുള്ള മീശ പിരിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടായേനെ.
ഇത്രയും നേരം പോലീസിനെ കുറ്റം പറഞ്ഞ താനാണ് ഈ ഇരുന്ന് വായി നോക്കുന്നത്. അയ്യേ മോശം എന്നും ആത്മകഥം പറഞ്ഞ അവൾ നോട്ടം പിൻവലിച്ചു. സാറിൻ്റെ പേരെന്താ? അവൾ ചോദിച്ചു. എന്തിനാ? അവളുടെ മുഖത്ത് നോക്കാതെ ചുണ്ടിൽ മരുന്ന് വെച്ചുകൊണ്ട് അവൻ തിരിച്ചു ചോദിച്ചു. ചുമ്മാ അറിഞ്ഞിരിക്കാലെന്ന് കരുതി ചോദിച്ചതാ. അത്രയും ഡിമാൻഡുള്ള പേരാണെങ്കിൽ അറിയണമെന്നില്ല. അവളുടെ പറച്ചിൽ കേട്ടതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എനിക്ക് ഡിമാൻഡൊന്നുമില്ല, എൻ്റെ പേര് അഗസ്ത്യ, അവൻ പറഞ്ഞു. അഗസ്ത്യ? വിളിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ സാറേ. ആർക്ക്? ദിശയുടെ പറച്ചിൽ കേട്ട് അവൻ തിരിച്ചു ചോദിച്ചു. അല്ല, വീട്ടുകാർക്കേ, ദിശ പറഞ്ഞപ്പിച്ചു. ആ ബുദ്ധിമുട്ട് അവരങ്ങ് സഹിച്ചോളും എന്നും പറഞ്ഞ് അവളിൽ നിന്ന് അകന്നു മാറി. അടുത്ത നിമിഷം വീണ്ടും അവൻ തൻ്റെ മുഖത്തിന് നേരെ അടുക്കുന്നത് കണ്ടതും ഇയാളെന്തിനാ തൻ്റെ നേരെ വരുന്നത്? ഇനിയിപ്പോൾ ഉമ്മ വെക്കാൻ വല്ലതും ആണോ? പറയാൻ പറ്റില്ല, പോലീസുകാരന്. ഇനി ഉമ്മ വെച്ചിട്ട് ഇതിനെന്താ തെളിവെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? പ്രതികരിക്കൂ ദിശ, പ്രതികരിക്കൂ എന്നും സ്വയമേ പറഞ്ഞു അവനെ പിടിച്ച് ഒരൊറ്റ തള്ളലായിരുന്നു. അവൻ ഡോറിലേക്ക് തലയടിച്ചു വീണു. ഡോർ ലോക്കായതുകൊണ്ട് പുറത്തേക്ക് വീണില്ല. യു ബ്ലഡി! അണപ്പല്ലം ഞെരിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ സാർ ഉമ്മ വെക്കാൻ വന്നാൽ ഞാൻ നിന്ന് തരുമെന്ന് കരുതിയോ? ഞാൻ അത്തരക്കാരിയല്ല സാർ. യു ഇഡിയറ്റ്! ആരുമ്മ വെക്കാൻ വന്നു? ഡി കോപ്പ, ഞാൻ ആ സീറ്റ് ബെൽറ്റ് ഇട്ട് തരാൻ വന്നതാ. അല്ലെങ്കിലും സഹായിക്കാൻ വന്ന എനിക്ക് ഇത് തന്നെ വേണം എന്നും പിറുപിറുത്തു അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അതങ്ങ് പറഞ്ഞാൽ പോരെ, ഞാൻ ഇടില്ലേ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സഹായം ചോദിച്ചൊന്നുമില്ലല്ലോ. അതും പറഞ്ഞവൾ സീറ്റ് ബെൽറ്റ് ധരിച്ചു. വണ്ടി മുന്നോട്ട് നീങ്ങി. യാത്രയിലുടനീളം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. അവൻ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇയാൾ ഇതെങ്ങോട്ടാ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നേ? എന്തായാലും വീട് വരെ പോലീസ് വാഹനത്തിൽ പോകുന്നത് വേണ്ട. വീട്ടിൽ ചേച്ചിയെ കാണാൻ ചെറുക്കനും കൂട്ടരും വന്നു കാണും. പോലീസ് വാഹനത്തിൽ ചെന്ന് ഇറങ്ങുന്നത് കണ്ടാ ഒരു പക്ഷേ ഞാൻ വല്ല കേസിലെയും പ്രതിയാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവർ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാലോ. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇറങ്ങാം എന്ന് മനസ്സിൽ പറഞ്ഞ ദിശ അവനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. അവളുടെ വീടിന് തൊട്ടു മുന്നിൽ ജംഗ്ഷനിൽ ഇറങ്ങി. ഇവിടെയാണോ വീട്? അവൻ ചോദിച്ചു. ഒരു പോലീസുകാരന് വീട് കറക്റ്റായി പറഞ്ഞു കൊടുക്കുന്നത് അത്ര പന്തിയല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞു. തൊട്ടു മുന്നിലെ വലിയ ഇരുനില വീട് തൻ്റേതാണെന്ന് പറഞ്ഞ് അവൻ ചൂണ്ടിക്കാട്ടി. അതിൻ്റെ ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പോർച്ചിലെ പോർഷെ കാർ ചൂണ്ടി തൻ്റെ പപ്പയുടെയാ എന്നും പറഞ്ഞ് ജാടയിട്ട് അവരോട് താല്പര്യമില്ലാത്ത മട്ടിലൊരു താങ്ക്സും പറഞ്ഞിറങ്ങിയതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു.